പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ ദിവസം ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. എന്താണെന്ന് പറയാമോ? ലോക പിതൃദിനം, വേൾഡ് ഫാദേഴ്സ് ഡേ. മദേഴ്സ് ഡേ എന്നൊരു ദിവസം ആഘോഷിക്കുന്നില്ലേ? അതുപോലെ ഫാദേഴ്സ് ഡേ. കാരണം അച്ഛനും അമ്മയും ഇല്ലാതെ നമ്മളില്ല. അച്ഛനും പ്രാധാന്യമുണ്ട്. രണ്ടുപേരുടെയും സ്നേഹം തമ്മിൽ വ്യത്യാസമുണ്ട്. അച്ഛന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം. അമ്മയുടെ സ്നേഹം എപ്പോഴും എന്റെ കുഞ്ഞിനിപ്പോൾ ഒരു ശല്യവും ഉണ്ടാവരുത്, കഷ്ടപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല എന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും. അച്ഛന്റെ സ്നേഹം എപ്പോഴും കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കും. അതുകൊണ്ട് അച്ഛൻ അല്പം കർശനക്കാരനായിരിക്കും. ഇന്നൊരു വേദവാക്യം തന്നിരിക്കുന്നത് വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ദൈവം നമുക്കൊരു നല്ല പിതാവാണ്. പിതാവ് തന്റെ ഇഷ്ടപുത്രനെ ശിക്ഷിക്കുന്നു എന്നിവിടെ കാണുന്നു. കുട്ടികളോട് നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം, അച്ഛനോടാണോ അമ്മയോടാണോ എന്ന് ചോദിച്ചാൽ അമ്മയോടാണെന്ന് പറയും. പെൺകുട്ടികൾ മിക്കവാറും അച്ഛനെയാണ് ഇഷ്ടമെന്ന് പറയും. മക്കളുടെ സ്നേഹത്തിൽ വ്യത്യാസമുണ്ടാകും. കാരണം അച്ഛൻ എപ്പോഴും കർശനക്കാരനായിരിക്കുന്നതുകൊണ്ട് പലരും അച്ഛനിൽ നിന്ന് അകന്നിരിക്കും. കണ്ടിട്ടില്ലേ? മിക്കവാറും പല വീടുകളിലും ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ സ്ഥിതി കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം അച്ഛൻ അടിക്കാറുണ്ട്, അച്ഛൻ ശിക്ഷിക്കും. അച്ഛനാണ് കർശനക്കാരനായിരുന്നു കൊണ്ട് ശരിയാക്കുന്നത്. അതുകൊണ്ട് പലരും അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ അച്ഛൻ കർശനക്കാരനായിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഒരച്ഛന്റെ സ്നേഹം പലരും തെറ്റായാണ് മനസ്സിലാക്കുന്നത്. അച്ഛൻ താൻ ഇഷ്ടപ്പെടുന്ന മകനെ ശിക്ഷിക്കുന്നു. എനിക്കൊരു സഹോദരനെ അറിയാം. അയാളുടെ മകൻ എക്സാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട്, മാർക്ക് ലിസ്റ്റ് അത് നോക്കിയപ്പോൾ ചില സബ്ജക്റ്റിൽ ഫെയില്, മാർക്ക് കുറഞ്ഞിരിക്കുന്നു. അച്ഛന് ദേഷ്യം വന്നു. മകനെ പിടിച്ചടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു, നന്നായി പഠിക്കണം, സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്, മര്യാദയ്ക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിച്ചപ്പോൾ മകനങ്ങോട്ട് വല്ലാതായി വിഷമത്തോടെ കരഞ്ഞുകൊണ്ടുപോയി. അമ്മ പറഞ്ഞു, അവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിരുന്നാ മതി. അതാണ് അമ്മയുടെ സ്നേഹം. മകനെ ഇപ്പോഴൊന്നും പറയണ്ട, അടിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മകൻ അച്ഛനെ പോയി നോക്കുന്നു. മകനെ അടിച്ചല്ലോ എന്ന വേദന, മനോവേദനയോടെ കണ്ണുനീരോടെ മകനെ നോക്കുന്നു. അതാണൊരച്ഛന്റെ സ്നേഹം. നേരിൽ കോപിക്കും, നേരിൽ കർശനക്കാരനായിരിക്കും, അടിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് മകനെ നോക്കി മനസ്സ് സങ്കടപ്പെടും. വിജയിച്ചാൽ സന്തോഷിക്കും. അതാണ് പിതാവിന്റെ സ്നേഹം. താൻ സ്നേഹിക്കുന്ന കുഞ്ഞിനെ ശിക്ഷിക്കും. അതേപോലെ ദൈവവും നമ്മെ ശിക്ഷിക്കുന്നു. ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നവും കഷ്ടവും ഉപദ്രവവും എന്ന് ചിന്തിക്കുകയാണോ? ദൈവം നിങ്ങളുടെ പിതാവാണ്, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യാത്ത വിധത്തിൽ നിങ്ങളെ ശിക്ഷിച്ച് ശരിയായ പാതയിൽ നടത്തുന്നു എന്നേയുള്ളൂ. അതിനാണ് ദൈവം ശിക്ഷിക്കുന്നത്. ദൈവം ശിക്ഷിക്കാതിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു നല്ല ശുശ്രൂഷകനായിരിക്കില്ലായിരുന്നു. ഞാൻ ദൈവത്തെ എൻ്റെ പിതാവായി സ്വീകരിച്ച് ദൈവത്തോടൊത്ത് നടക്കാൻ ആരംഭിച്ച ശേഷം എനിക്ക് ദൈവം ഒരുപാട് ശിക്ഷകൾ തന്നിട്ടുണ്ട്. അത് കണ്ട് ഞാൻ തളർന്നു പോയിട്ടില്ല. ഞാൻ അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നൊരു നല്ല ശുശ്രൂഷകനായി തുടരാൻ സാധിക്കുന്നത്. അതിനാൽ ദൈവം ശിക്ഷിക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. എൻ്റെ പിതാവാണ് ദൈവം, അതുകൊണ്ടാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ അച്ഛൻ വീട്ടിലുണ്ട് എങ്കിൽ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അച്ഛനെയും സ്നേഹിക്കേണ്ടതാണ്. നിങ്ങൾ അച്ഛനോട് ആശംസകൾ പറയണം. നല്ല അച്ഛനെ തന്നതിന് സ്തോത്രം ദൈവമേ എന്ന് പറയൂ. കർശനക്കാരനായ അച്ഛനെ തന്നതിന് സ്തോത്രമെന്ന് പറയൂ. ഞാനൊരിക്കൽ ഒരു പോർട്ടില്, അതായത് തുറമുഖത്തിൽ ഒരു വലിയ അധികാരിയായിരുന്ന ഒരാൾ, അയാളെ കാണാൻ എനിക്കൊരു അവസരമുണ്ടായി. അയാളുടെ ഓഫീസിൽ പോയിരുന്നു. നല്ലൊരു ക്രിസ്ത്യാനി. അയാളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എന്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ കർശനക്കാരൻ, ഭയമായിരുന്നു. ആ കാലത്ത് സ്കൂളിൽ നന്നായി പഠിച്ചില്ലെങ്കിൽ അടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി, എന്തുകൊണ്ടാണ് എന്റെ അച്ഛൻ ഇങ്ങനെ എന്ന്. പക്ഷേ ഇന്നീ സീറ്റിലിരിക്കുമ്പോൾ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ എന്നെ ശിക്ഷിച്ച് കർശനക്കാരനായിരുന്നത് കൊണ്ടാണ് ഞാൻ നന്നായി പഠിച്ച് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. എന്റെ ഭാവിയെ ഓർത്താണ് എന്റെ അച്ഛൻ എന്നെ ശിക്ഷിച്ചത്, എന്നോട് കർശനത്തോടെ ഇരുന്നത് എന്നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ഇതാണ് സത്യം.
നിങ്ങളുടെ ജീവിതത്തിലും അതാണ് നടക്കുന്നത്. അതിനാൽ ദൈവമേ, എനിക്ക് നല്ലൊരു പിതാവിനെ തന്നതിന് നന്ദി എന്ന് പറയൂ. ദൈവമേ, കർശനക്കാരനായ നല്ലൊരു പിതാവിനെ എനിക്ക് തന്നതിനായി സ്തോത്രം. എന്റെ അച്ഛനെ അനുഗ്രഹിക്കണമേ. നല്ല സുഖവും ആരോഗ്യവും കൊടുക്കണേ. ദീർഘായുസ്സു കൊടുക്കണമേ. അച്ഛന്റെ സ്നേഹത്തിനായി അങ്ങേക്ക് സ്തോത്രം. അങ്ങ് എനിക്കൊരു നല്ലൊരു പിതാവായി എന്നെ ശിക്ഷിച്ച് നടത്തുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.